സൗകര്യമില്ല. അല്ല, എന്നെ മണ്ടത്തരം എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ്. ജനസംഘത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. നിർത്തൂന്നേ, ഞാൻ പറഞ്ഞിട്ട് തന്നെ പോട്ടെ. അല്ലല്ല, അങ്ങനെ പറ്റില്ലല്ലോ. അന്ന് താങ്കൾ ഇരുന്ന് അങ്ങോട്ട് പറ. ഞാൻ താങ്കളോട് ചരിത്രം എനിക്ക് കേൾക്കേണ്ടതേ താങ്കളുടെ താങ്കൾ ഇവിടെ ഇരുന്ന് പറയണം. RSSനെ നരേന്ദ്രമോദിയൊക്കെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തി ഗവർണറെ പറയും, RSSനെ പറയും. താങ്കൾക്ക് തുടരാം. അതൊന്നും വ്യക്തിപരമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപം ചർച്ചയിൽ സാധ്യതയല്ല. എങ്ങനെ SFI കുഞ്ഞുങ്ങളാവുന്നത്? SFI അസ്തിത്വമുള്ള ഒരു സംഘടനയാണ്. ആ സംഘടന നടത്തിയ പോരാട്ടത്തിൽ 7 അയലത്ത് വരില്ല കേരളത്തിൽ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടന നടത്തിയിട്ടുണ്ടോ? ഒരു തെളിവ് പറ. 2 തെളിവ് മതി. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഡോക്ടർ അരുൺ, താങ്കൾ സ്വന്തമായിട്ടൊക്കെ പറഞ്ഞോന്നേ. താങ്കൾ ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നത്. താങ്കൾ പറഞ്ഞു തീർക്കും. അല്ല, വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കും. പറയാനൊന്നുമില്ലെങ്കിൽ സംസാരിക്കും, പ്രതികരിക്കും. വായിട്ടലക്കാൻ താല്പര്യമില്ല എനിക്ക്. ചരിത്രമല്ല, വർത്തമാനമാണ് ഇവിടെ ചർച്ചാ വിഷയം. അപ്പോഴേക്കും വിഷയം ഗതിമാറ്റിവിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന അല്ലല്ല, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എന്തിനെങ്കിലും ഞാൻ അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ വന്നു. ഇത് ഞാനും സുജയും തമ്മിലുള്ള എനിക്ക് സൗകര്യം ഒറ്റ കാര്യമുള്ളൂ. അസൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ചയെ തോക്കുമ്പോ ഇങ്ങനെ പിണങ്ങി ചർച്ചയെ തോക്കുന്നു. എന്റെ 2 ചോദ്യം. 1900 പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു, ഭരണഘടനയെ അപമാനിക്കുന്നു. തുടർച്ചയായി താങ്കൾ അടിയന്തരാവസ്ഥയുടെ താങ്കൾക്കാണല്ലോ. അല്ല, താങ്കൾ ഇടപെടുന്നത് എന്തിനാണ്? താങ്കൾക്ക് അല്ലല്ല, താങ്കൾ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഇതൊരു ചർച്ചയല്ല, ഇത് കണ്ടോണ്ടിരിക്കുന്ന അല്ല, പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ ലളിതമായ യുക്തിയല്ലേ, എന്റെ ലളിതമായ ജനതാ പാർട്ടി ജനസംഘവും ഒന്ന് തന്നെയാണോ? ജനസംഘവും മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഗവർണറുടെ വാക്കുകൾ ഞാൻ ഐ വാസ് കോട്ടിംഗ് ഗവർണർ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ അതിന് വിശദീകരണം തന്നു. ജനസംഘത്തിലുണ്ടായിരുന്ന O രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് ഒരു മുന്നണിയായി, അതായത് ഐക്യ മുന്നണിയായി മത്സരിക്കുമ്പോൾ ആ മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ O രാജഗോപാൽ. അന്ന് ജനസംഘമുണ്ടോ? ജനസംഘത്തെ പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഇതിലേക്ക് വന്നതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഇനി താങ്കൾക്ക് തുടരാം. വേണ്ട, എനിക്ക് സൗകര്യമില്ല തുടരാൻ. പിള്ളേരെ പോലെ CPIM-ഉം ജനസംഘവും അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് മത്സരിച്ചു. അടിയന്തരാവസ്ഥയെ നേരിടാൻ CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. ഒരു വെള്ളവും ചേർത്തിട്ടില്ല. കൃത്യമായിട്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. CPIM പ്രവർത്തകരെയും ക്രൂരമായി വേട്ടയാടി. മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ RSS ഒരിക്കലും CPIM-ന്റെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ CPIM ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ചു കാണുന്ന ഒരു സംഘടനയൊന്നുമല്ല. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കൃത്യമായിട്ട് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് സാർ അവിടെ ഇരിക്കും. സാറിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് ഗവർണറുടെ കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ഇരയല്ല. മുഖ്യമന്ത്രി ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് CPIM-ഉം ഒന്നിച്ച് ചേർന്നാണ് പോയത്. ജനതാ പാർട്ടിയായി ചേർന്ന് ജനതാ പാർട്ടിയിൽ ജനസംഘവും RSS-ഉം ജനസംഘത്തിന്റെ അടുത്ത ജനസംഘമായിരുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന വിഷയം മാറ്റി വിടേണ്ട.
വിഷയം മാറ്റിവിടണം. ഞാൻ ഗവർണർ പറഞ്ഞതാണ് പറഞ്ഞത്. ശരി, ജനതാ പാർട്ടിയിലുള്ള ഓ രാജഗോപാൽ, ജനസംഘത്തിലുണ്ടായിരുന്ന ഓ രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് വന്ന് മത്സരിച്ചത്. ഓ രാജഗോപാൽ അല്ലാതെ അതെ ഓ രാജഗോപാലിന്റെ DNA ഒന്ന് മാറ്റാൻ വരേണ്ട. ഓ രാജഗോപാൽ അന്നും RSS കാരനാണ്, ജനസംഘക്കാരനാണ്. അത് കഴിഞ്ഞ് ജനതാ പാർട്ടിയിലേക്ക് വന്ന് ചേർന്നതും അതേ ഓ രാജഗോപാൽ തന്നെയാണ്. ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP വന്നല്ലോ. അപ്പൊ പിന്നെ എവിടെയാ ആ സമയത്ത് CPM? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പണ്ട് CPIയും എല്ലാം ഒന്നായിരുന്നല്ലോ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ എന്താ നിങ്ങളൊന്നും ഇല്ലേ? അതുപോലെ തന്നെയാണ് ശേഷം ഡോക്ടർ ചരിത്രപരമായ മണ്ഡലം മണ്ഡലമൊന്നുമല്ല. താങ്കൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഡോക്ടർ അരുൺ വിത്ത് ഓൾ റെസ്പെക്ട് സ്റ്റോപ്പ് ഇറ്റ്. താങ്കൾക്ക് നോൺസെൻസ് പറയാം. അല്ലല്ല, ചരിത്ര വിരുദ്ധതയും മണ്ടത്തരമൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘമുണ്ടോ? അതൊക്കെ നിങ്ങൾ കൈവച്ചോ? അല്ലല്ല, താങ്കളുടെ RSS ശാഖയില് ശാഖയെ കാണിക്കണ്ട, നിർത്തുന്ന പരിപാടിയില്ല. പറയണമെങ്കിൽ താങ്കൾക്ക് പറയണമെങ്കിൽ ചരിത്രപരമായി 1977 ജനതാ പാർട്ടി വരുമ്പോ ജനസംഘമുണ്ടോ? എന്റെ അവസരമാണ്. താങ്കൾക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ട് ഞാൻ അതിലെ ബാക്കി കാര്യങ്ങളിലേക്ക് വരട്ടെ. പരിപാടി റദ്ദാക്കിയതായിട്ട് അറിയിച്ചു, ഈ പരിപാടി ഇതാ റദ്ദായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് SFIക്കാരെയൊക്കെ നല്ല വൃത്തിയായിട്ട് രജിസ്ട്രാറാണ് ഇന്ന് പറ്റിച്ചത്. അത് കൃത്യമായിട്ട് ഇന്ന് കേരളം കാണുകയും ചെയ്തു. RSSകാരനായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അവിടെ എങ്ങനെയാണോ തീരുമാനിച്ചത് അതേ രീതിയിൽ തന്നെ നടന്നു. അതിന്റെ ചളിപ്പ് മറയ്ക്കാൻ വേണ്ടിയിരുന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കേരളത്തിൽ വന്നപ്പോൾ ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞതാണ് ഈ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെ പറഞ്ഞതാണ്, ഞാനൊരു ഏറ്റുമുട്ടലിനുമില്ല. പക്ഷേ ഇന്നത്തെ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഗവർണർ പറഞ്ഞത്. കാരണം ഒരു സ്വകാര്യ പരിപാടിയിൽ ആ പരിപാടിയുടെ സംഘാടകർ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തുമ്പോൾ അടിയന്തരാവസ്ഥ പോലെയാണ് ഇവിടെ പെരുമാറിയത്. അതാരാണ്? പിണറായി വിജയന്റെ SFI കുഞ്ഞുങ്ങൾ, ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കൾ, അവരാണ് അവിടെ വന്ന് പ്രകോപനം ഉണ്ടാക്കിയത്. അല്ലാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് മനസ്സിലാക്കുന്നൊന്നുമല്ല. ഡോക്ടർ അരുൺ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും എനിക്ക് ആ കാര്യം അറിയില്ല എന്ന് പറയാനും വേണ്ടി മനഃപൂർവ്വമുള്ള ഇടപെടലും മനഃപൂർവ്വമുള്ള പറച്ചിലുമായിരുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന്? മനസ്സിലായി, ഇപ്പോ താങ്കൾക്ക് തുടരാം. എനിക്ക് സൗകര്യമില്ല. ശരി, എനിക്ക് ഒരു ചോദ്യമുണ്ട് സുജയ പറഞ്ഞതിൽ നിന്ന്. എന്താണ് ഈ ഭാരതാംബയും അടിയന്തരാവസ്ഥയും തമ്മിലുള്ള ബന്ധം? അതായത് ഈ ചിത്രവും അടിയന്തരാവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രമാണോ? ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കാശ്മീർ എവിടെ? എന്നെ സ്വിച്ച് ചെയ്യണമെന്നില്ല, ഞാൻ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നില്ല. ഉത്തരവില്ലെന്ന് പറയൂ. ആ ഉത്തരവില്ലായ്മയാണ് ഡോക്ടർ അരുൺ വിചാരിക്കുന്ന രീതിയിൽ ഈ ചർച്ച പോകണമെന്നുള്ള ഒരു തീരുമാനം എടുത്ത് വന്നിരിക്കുന്നു. ആ തീരുമാനത്തിന് ഞാൻ തയ്യാറല്ല. ഡോക്ടർ അരുൺ പിണറായിയെ പുകഴ്ത്താൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ്, പരിപാടിയെ കുറിച്ചാണ്. അതിൽ നിന്ന് ഗതിമാറ്റി വിടാൻ SFIയെ കുറിച്ച് പറഞ്ഞ ഉടനെ എന്റെ നേരെ കുതിര കയറാൻ വരുന്നു. അതിലെല്ലാവരും നിൽക്കുന്നു. താങ്കൾ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ പറയുന്നില്ല, ഇവിടെ അതല്ല പ്രശ്നം. എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി പറയാമെങ്കിൽ പറയാം, മറുപടി ഇല്ലെങ്കിൽ വിട്ടോളൂ. 5 മിനിറ്റ് സമയമുണ്ട്, പറഞ്ഞു. 5 മിനിറ്റ് സമയമുണ്ട്, പറഞ്ഞു. മത്സരമല്ല, പക്ഷെ ചോദ്യം ഉണ്ടാവും. വേണ്ടേ? ചോദ്യം ഇല്ലാതെ പറഞ്ഞിട്ട് പോകാൻ റേഡിയോ ഒന്നും അല്ലല്ലോ. താങ്കളാണ് റേഡിയോ ആകാനായിട്ട് ശ്രമിക്കുന്നത്. 5 മിനിറ്റ് സമയം പൂർണ്ണമായി സുജയിക്കുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ താങ്കൾ വെച്ചിരിക്കുന്ന ഭാരതാംബയെ കുറിച്ച് താങ്കൾ പറയൂ. വാർത്ത ശരിയാണ്, പക്ഷെ എന്താണ് ഇത് പ്രേക്ഷകർ പരിപാടിയാണ്. ഈ പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയിൽ സുജയ പറയുന്ന അഭിപ്രായത്തിന്റെ അകത്ത് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറയുകയും അത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പരിപാടി അങ്ങനെയാണ് പോകുന്നത്. സുജയ്ക്ക് അപ്പം സാധാരണ നമ്മളോട് പ്രേക്ഷകർ പറയുന്ന പ്രശ്നം എന്താണ്? നിങ്ങൾ സെറ്റ് ഇട്ടിട്ട് വന്ന് ചർച്ച ചെയ്യല്ലേ എന്നുള്ളതാണ്. നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ഈ ചർച്ച ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എന്നുള്ളത്. അതിന്റെ എതിരഭിപ്രായമുള്ള ആൾക്കാർ എതിരഭിപ്രായം ഒരു കാര്യം ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു വാചകം പറയുമ്പോഴേക്കും എനിക്ക് ചരിത്രം അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്ത് ശരിയാണ്?
ഞാൻ പറഞ്ഞില്ല. ഗവർണർ പറയുന്നത് അതെ, ഗവർണർ പറയുന്ന കാര്യം അല്ല, ഗവർണർ പറയുന്ന ഗവർണർ പറയുന്നത് ചരിത്ര വിരുദ്ധതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടിയുണ്ട്. അതിനകത്ത് മറുപടി പറഞ്ഞു പോവാന്നുള്ളതാണ്. അപ്പൊ ആ മറുപടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടായാലും അല്ലല്ല, ഡോക്ടർ അരുൺ ഇവിടുത്തെ ഏറ്റവും വലിയ അറിവുള്ള എല്ലാം അറിയുന്ന ഒരാളാണ്. അങ്ങനെയൊന്നും പറയല്ലേ. എന്താണ് സുജിയ അങ്ങനെ ഒരു വിലയുണ്ട്. ആരെങ്കിലും വ്യക്തിപരമായി അറിവോ അറിവില്ലായ്മയോ ഒന്നും പരിശോധിക്കുന്ന വേദിയല്ല ഇത്. ഇത് പ്രേക്ഷകർക്ക് ഒരു വിഷയത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിനുള്ളൊരു വേദി മാത്രമാണ്. അവിടെ നമ്മൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. സുജയ പറയുന്നത് ഒരു റൈറ്റിസ്റ്റ് പെർസ്പെക്റ്റീവാണ്, ഒരു വലതുപക്ഷ കാഴ്ചപ്പാടാണ്. ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ ആയിരിക്കും, ഇടതുപക്ഷ കാഴ്ചപ്പാടായിരിക്കും. ജിമ്മിയോ സ്മൃതിയോ ചിലപ്പോൾ മറ്റ് കാഴ്ചപ്പാടുകളായിരിക്കും പറയുക. ഒരു പക്ഷേ അവരും ഇടതുപക്ഷമായിരിക്കും, വ്യത്യസ്ത തലത്തിലായിരിക്കും അതിനെ കാണുന്നത്. ഈ കാഴ്ചകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയാണ്. പക്ഷേ അതിൽ ചരിത്ര വസ്തുതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം. ദാറ്റ്സ് എ ഫാക്ട്. നമ്പർ 1. നമ്പർ 2, എൻ്റെ ചോദ്യത്തിന് ഇനിയും സുജയ മറുപടി നൽകിയില്ല. സുജയിൽ നിന്ന് ഞാൻ എടുത്തു എന്ന് സുജയ പറയുന്ന സമയം ഞാൻ സുജയ്ക്ക് നമ്മൾ ഈ ചർച്ചയിൽ നൽകുകയാണ്. സുജയ പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. അതിൽ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടണം. പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ചർച്ചയിൽ ഞാൻ എന്താണ് സുജയ? പരസ്പര ബഹുമാനത്തോടു കൂടിയല്ലേ നമ്മൾ സംസാരിക്കുന്നത്? ഒരു 5 മിനിറ്റ് സമയമുണ്ട്. സുജയ്ക്ക് ഇതിന് മറുപടി പറയാൻ പറ്റുമോ? ഈ ചിത്രം വരച്ചതാര്? അവിടെ വെച്ച ഭാരതാംബ വരച്ചതാര്? ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ താങ്കൾ പറഞ്ഞ രീതിയിലേക്ക് എന്റെ ചർച്ച അല്ലെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായം കൊണ്ടുപോകണമെന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമമാണ്. അതിന് വഴങ്ങി കൊടുക്കാൻ എന്നെ കിട്ടില്ല. താങ്കൾ പൂർത്തിയാക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ 10 മണി വരെ ഒന്നുമല്ല, അത് താങ്കളുടെ ആ ഒരു കുബുദ്ധിയൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഇന്നത്തെ വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചു വന്നത്. ഇന്നത്തെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം ഡോക്ടർ അരുൺകുമാറിന്റെ പണ്ഡിത ബുദ്ധിയിൽ അങ്ങോട്ട് ഇറക്കി. അത് ഞാൻ എതിർത്തപ്പോഴേക്കും ഇതിനെയാണ് നമ്മൾ അഡ്ഹോമിനം എന്ന് പറയുക. നിങ്ങൾ വ്യക്തിഹത്യ നടത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ പൊള്ളും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുജയ, നിങ്ങളെ ഒരു തരത്തിലും ഞാൻ വ്യക്തിഹത്യാക്ഷേപം നടത്തിയില്ല. വസ്തുതകളോട് നമ്മൾ തർക്കിക്കുകയാണ് ചെയ്യുക. അത് ആശയങ്ങളോടാണ്, വ്യക്തികളോടല്ല. നിങ്ങൾക്ക് തുടരാം. ഞാൻ പറഞ്ഞല്ലോ നിർത്തിയെന്ന്. ശരി, എന്നാൽ പക്ഷേ താങ്കൾ പറഞ്ഞു വന്നതിൽ നിന്ന് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. അതിന് മറുപടി പറയാൻ താങ്കളുടെ കൂട്ടുകാർ അതൊന്ന് കൂട്ടുകാരെല്ലാവരും കൂട്ടുകാരാണ് സുജയ. 1977 അടിയന്തരാവസ്ഥയും ഇന്ന് വെച്ച ഭാരതാംബയും തമ്മിലുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായുള്ള ബന്ധം വിശദീകരിക്കാമോ? നമ്പർ 2, ഈ ചിത്രം വരച്ചത് ആരാണെന്ന് പറയാമോ? അബനീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? കിരൺ ചന്ദ്ര ബാനർജി ആണെന്ന് അഭിപ്രായമുണ്ടോ? സുബ്രഹ്മണ്യ ഭാരതി ആണെന്ന് അഭിപ്രായമുണ്ടോ? ഇത് വരച്ച ഒരാളുടെ പേര് പറയൂ. ഇത് അംഗീകരിച്ചൊരു ബോഡിയുടെ പേര് പറയൂ. ഇത് അംഗീകരിച്ചപ്പോഴെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ബോഡിയിൽ സംസാരിച്ചതിനെ കുറിച്ച് പറയൂ. ഇതിനകത്തെ അരുൺ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സുജയ പറഞ്ഞ ഇപ്പം പ്രേക്ഷകർക്ക് തെറ്റു വരാൻ പാടില്ലല്ലോ. സുജയ പറഞ്ഞ എന്താണ്, 1977 അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം പിരിച്ചുവിട്ടതിന് അത് ജനതാ പാർട്ടി ഉണ്ടാക്കി. ജനതാ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് ജനസംഘമാണ് CPM-മായി സഖ്യം ചേർത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. അതില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം അതിനകത്തുള്ളവരാണ് ഈ പറയുന്ന ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്താണ്, അത് രണ്ട് പ്രസ്ഥാനമാണ്. ആ സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് ആ കാര്യത്തെ ഉയർത്തി കാണുമ്പോഴത്തേക്ക് ആ ഒരു വലിയ പ്രശ്നമായി കാണുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അപ്പോൾ ഇതുപോലെയുള്ള വാഗ്വാദങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം എന്നുള്ളത് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഡോക്ടർ അരുൺ ഇവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും RSS ഇവിടെ ഉണ്ടാകും, ഭാരതാംബ ഉണ്ടാകും. അതിന്റെ ചിത്രത്തിന് മുന്നിൽ ഞാനും വിളക്ക് കൊളുത്തിയിട്ടുണ്ട്, ഇനിയും കൊളുത്തും. ഭാരതാംബയുടെ ചിത്രം അവിടെ തന്നെ ഉണ്ടാകും. ഡോക്ടർ അരുൺ എത്ര കിടന്ന് പറഞ്ഞാലും ഭാരതാംബയും RSS-ഉം ഈ രാജ്യത്തുണ്ടാകും. രാജ്യം ഭരിക്കുന്നത് RSS-കാരനായ പ്രധാനമന്ത്രിയാണ്. ഡോക്ടർ അരുൺ 1000 ചർച്ച നടത്തിയാലും RSS-നെയും BJP-യും ഈ രാജ്യത്ത് നിന്ന് വളർച്ചയിൽ നിന്ന് ഒരു പടി പോലും താഴേക്ക് ഇറക്കാൻ കഴിയില്ല. താങ്കൾ പിന്തുണയ്ക്കുന്ന പാർട്ടി കേരളത്തിലെങ്കിലും നിലനിൽക്കാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഞാനൊരു പാർട്ടിയും പിന്തുണയ്ക്കുന്നില്ല. ഞാൻ പിന്തുണയ്ക്കുന്ന ആശയങ്ങളെ മാത്രമാണ്. ആ ആശയങ്ങൾ ചരിത്രത്തോടും കാലത്തോടും നീതിപൂർവമായിരിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പശുവിന്റെ കഴുത്തിൽ കയറ് മുറുകുന്നത് പശു തിരിച്ചറിയുന്നതുവരെ ഈ ആത്മവിശ്വാസം നല്ലതാണ് സുജയ.